ശബരിമലയിൽ മിഥുനമാസ പൂജകൾ പുരോഗമിക്കുകയാണ്. ഉപദേവതകളുടെ അഷ്ടബന്ധ കലശം സമാപിച്ചു. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി നടയടയ്ക്കും. ഗൂഗിൾ രമേശ് സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. ഗൂഗിൾ, സ്വാമി ശരണം. എന്തായാലും ഈ പൂജകളൊക്കെ പൂർത്തിയാക്കി നാളെ നടയടയ്ക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇന്ന് അവിടുത്തെ തിരക്ക്? എനിക്ക് തോന്നുന്നു ഇന്ന് നാളെ നട അടയ്ക്കുന്നത് കൊണ്ട് തന്നെ ഭക്തരുടെ ഒരു പ്രവാഹം ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട്. എത്തുന്ന ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഗൂഗിൾ, എങ്ങനെയാണ് രാവിലത്തെ കാഴ്ചകൾ? സ്വാമി ശരണം രാഖിയേശ്വരി. അങ്ങനെ തന്നെയാണ് മിഥുനമാസ പൂജകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെ കൂടി മാത്രമായിരിക്കും മിഥുനമാസ പൂജകൾക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര നട തുറന്നിരിക്കുക. എന്തായാലും കാര്യമായിട്ടുള്ളൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നില്ല ഇന്നും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ശ്രീകോവിലിൽ നെയ്യഭിഷേകത്തിൻ്റെ സമയമാണ്. രാവിലെ 5:30 മുതൽ 9:30 വരെയുള്ള സമയം നെയ്യഭിഷേക ചടങ്ങുകൾ നടക്കുന്ന സമയം കൂടിയിട്ടാണ്. ആ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം മറ്റ് പ്രത്യേക പൂജകളുമൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. നമ്മളോടൊപ്പം കുറച്ച് തീർത്ഥാടകർ കൂടി ചേരുകയാണ്. അവരോടൊക്കെ ചോദിക്കാം. സ്വാമി ശരണം. സ്വാമി ശരണം. പേരെന്താ? ജയപ്രകാശ്. എവിടുന്ന വരുന്നത്? ഞാൻ പൂന്തുറ ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ്. എല്ലാ മാസം വരാറുള്ളതാണ്? എല്ലാ വർഷം വരാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഉത്സവ സംബന്ധമായി വരാൻ സാധിച്ചില്ല. ഇപ്രാവശ്യം ഭഗവാനെ ദർശിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് വളരെ അനുഗ്രഹമായി കരുതുന്നു. ഇപ്പം കളഭാഭിഷേകവും പുഷ്പാഭിഷേകവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഭംഗിയായിട്ട് ഭഗവാനെ ദർശിക്കാനും ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഭക്തജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാനും നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അനുഗ്രഹമായി കരുതുന്നു. ഇവിടെ വന്നത് തന്നെ വളരെ അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. എന്തായാലും ഭഗവാന്റെ ദർശനം ഇത്രയും ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവാനാണ്. അല കയറിയ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. വളരെ ഭംഗിയായിട്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയും വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം നമുക്കും നമ്മുടെ നാടിനും എല്ലാം നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും വളരെ നന്ദി സ്വാമി. അങ്ങനെ തന്നെയാണ്. എന്തായാലും എത്തുന്ന തീർത്ഥാടകരൊക്കെ വളരെ സംതൃപ്തികരമായിട്ട് ദർശനം പൂർത്തിയാക്കി മടങ്ങുകയാണ്. നമ്മളൊപ്പം ഇപ്പോൾ ഒരു കുഞ്ഞ് സ്വാമിയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വാമി ശരണം. സ്വാമി ശരണം. എന്താ പേരെന്താ? എൻ്റെ പേര് വേലയൻ. ഞങ്ങൾ ആലത്തൂരിൽ നിന്നാണ് വരുന്നത്. ചോറ് കൊടുക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ 8 പേരുണ്ട്. കുഞ്ഞു സ്വാമിയുടെ പേരെന്താ? ചോറ് കൊടുക്കാൻ ചോറ് കൊടുക്കാൻ വന്നാണ്. എങ്ങനെയുണ്ട് അത് മലകയറ്റൊക്കെ? വളരെ സുഖമായിട്ട് വന്നു. തൊഴുതോ? അയ്യപ്പനെ കണ്ടോ? ഇല്ല, തൊഴുകാൻ പോണേ ഉള്ളൂ. റെസിറ്റ് ആക്കാൻ പേർക്കാണ്. എന്തായാലും ആ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുഞ്ഞു സ്വാമിക്ക്. അങ്ങനെ എന്തോ ആലത്തൂരിൽ നിന്നാണ്. ആലത്തൂരിൽ നിന്ന് വരികയാണ് അവർ. അങ്ങനെ നിരവധി കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലാ ദിവസവും ഈ മാസപൂജ സമയത്തൊക്കെ വരുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ചോറൂണിനുള്ള സമയം ഒരു 8 മണിയോടുകൂടി ചോറൂണ് ആരംഭിക്കും. അങ്ങനെ നിരവധി കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിവസവും ശബരിമല അയ്യപ്പൻ്റെ തിരുമുൻപിൽ അങ്ങനെ ആ ചോറൂണ് നടക്കുന്ന ആ ഒരു വഴിപാട് കൂടിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ തീർത്തും ഭക്തി നിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് എല്ലാ ദിവസവും ശബരിമലയിൽ അങ്ങനെ പുരോഗമിക്കുന്നത്. എന്തായാലും മറ്റ് പ്രത്യേക പൂജകളൊക്കെ കണ്ടു തൊഴുവാനായിട്ട് ആയിരക്കണക്കിന് ഭക്തർ എന്തായാലും എല്ലാ ദിവസവും എത്താറുണ്ട്. പ്രത്യേകിച്ച് പടിപൂജ, അതോടൊപ്പം തന്നെ കളഭാഭിഷേകം അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ കണ്ടു തൊഴുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നടക്കുന്ന സമയത്ത് തീർത്ഥാടകരുടെ തിരക്ക് അല്പം കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ബാക്കി തീർത്ഥാടനമൊക്കെ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപദേവതകളുടെ അഷ്ടബന്ധ കലശം ഇന്നലെ കൊണ്ട് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. 3 ദിവസങ്ങളിലായിട്ടാണ് അഷ്ടബന്ധ കലശ പൂജാ ചടങ്ങുകളൊക്കെ നടന്നത്. ഒപ്പം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ശബരിമല ശ്രീകോവിലിൻ്റെ മേൽക്കൂര, കഴിഞ്ഞ ദിവസം ഈ മേൽക്കൂരയിൽ ഒരു കറ വീണ് അതിൻ്റെ നിറവ്യത്യാസമുണ്ടായ വാർത്തയൊക്കെ നമ്മൾ നൽകിയിരുന്നു. തുടർന്ന് ഇന്നലെ ആ പാട് അവിടെ നിന്നും തുടച്ചു നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതൊരു തീർത്ഥാടകൻ നെയ്യൊഴിച്ചതാണ് അവിടെ അങ്ങനെ ഒരു കറ പ്രത്യക്ഷപ്പെടാൻ കാരണമെന്ന് ഉള്ള കാര്യം ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ ഉച്ചപൂജയ്ക്ക് ശേഷം നടയടച്ചതിന് ശേഷം തന്ത്രിയുടെ അനുമതിയോടുകൂടി ദേവൻ്റെ പ്രത്യേക അനുജ്ഞ വാങ്ങിയതിന് ശേഷം ഹൈക്കോടതിയുടെ കൂടി അനുമതിയോട് കൂടിയിട്ടാണ് ഈ ശ്രീകോവിലിൻ്റെ മേൽക്കൂര കഴുകി വൃത്തിയാക്കിയത്. കഴുകിയപ്പോൾ തന്നെ ആ കറ മുഴുവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ശ്രീകോവിലിൻ്റെ 3 ഭാഗങ്ങളിലായിട്ട് ആ കറുത്ത കറ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ പോയിട്ടുണ്ട്. ആ കറ പോയിട്ടുണ്ട്. അതിന് തൊട്ട് താഴ്ഭാഗത്താണ് ഈ തീർത്ഥാടകർ നെയ്യഭിഷേകത്തിനായിട്ട് വരി നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു അന്യസംസ്ഥാന തീർത്ഥാടകനാണ് നെയ്യ് കോരി മുകളിലേക്ക് ഒഴിച്ചത്. അത് പിന്നീട് മഴയൊക്കെ കൊണ്ട്, മഴയും വെയിലും കൊണ്ട് അതൊരു കറുത്ത കറയായിട്ട് മാറുകയായിരുന്നു. എന്തായാലും അത് കഴുകിയപ്പോൾ തന്നെ അതൊക്കെ മാഞ്ഞിട്ടുണ്ട്. സ്വർണം പൊതിഞ്ഞ ആ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിലായിരുന്നു ആ പാട് എന്തായാലും ദൃശ്യമായത്. എന്തായാലും അങ്ങനത്തെ ആ ഒരു പ്രശ്നത്തിന് കൂടി ഇന്നലെ കൊണ്ട് പരിഹാരമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മിഥുനമാസ പൂജകൾക്ക് നാളെ പരിസമാപ്തിയാവുകയാണ്. നാളെ സഹസ്ര കലശാഭിഷേകം കൂടി നടക്കുന്നുണ്ട്. നാളെ അതിനുശേഷം രാത്രി 10 മണിയോടുകൂടി ഹരിവരാസനം പാടി ശബരിമല ക്ഷേത്ര നട അടയ്ക്കും. അതോടുകൂടി മിഥുനമാസ പൂജകൾക്കും പരിസമാപ്തിയാകും. ശരി ഗൂഗിൾ, എന്തായാലും
ദിവസങ്ങളായി ഗോകുലും സന്നിധാനത്തായിരുന്നു. നാളെ വളരെ പോസിറ്റീവായി നമ്മൾ ശബരിമലയിൽ ഒന്ന് പോയി വരികയായിരുന്നു അല്ലേ?